സർ, ഇറാൻ യുഎസിനെ തിരിച്ചാക്രമിക്കും എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുന്നു. ചൈനയും പാകിസ്ഥാനും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ ഒരു പിന്തുണ എന്ന നിലയിലാണ് യുഎന്നിൽ സംസാരിച്ചത്. അപ്പോൾ ഇറാന് റഷ്യ ആണവായുധം നൽകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് എത്രത്തോളം ശരിയാണ്? അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എവിടെ എത്തി നിൽക്കും? ഈ യുദ്ധം എവിടെ എത്തി നിൽക്കുമെന്ന് ചോദിച്ചാൽ അത് നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല. എന്തായാലും യുദ്ധം മൂർച്ഛിച്ചു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെയാണ് മേൽക്കൈ. ഇറാൻ തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും അവരുടെ തിരിച്ചടിക്ക് ഒരു ഗുണമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് തിരിച്ചടി ഏൽക്കുന്നില്ല, നമ്മൾ അടിക്കുന്നുണ്ട്, അത് കിട്ടുന്നവൻ ഏൽക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ മറ്റേ ശത്രുവിന്റെ ഭാഗത്തു നിന്ന് അവരുടെ ടാർഗറ്റിൽ കംപ്ലീറ്റ് ചെയ്തു പോകും. പക്ഷെ ഇപ്പം ഇവരുടെ നീക്കം എന്ന് പറഞ്ഞാൽ അവർക്ക് ജയിച്ചേ മതിയാവത്തുള്ളൂ ഇറാൻ, അല്ലെങ്കിൽ തിരിച്ചടി കൊടുത്തേ മതിയാകത്തുള്ളൂ. അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ ഇറാൻ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് അല്ലെങ്കിൽ പരാജയം, അല്ലെങ്കിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഞങ്ങളെ നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഇറാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പഴക്കമുള്ള ഒരു രാജ്യം, ആ രാജ്യം പൂർണ്ണ പരാജയമായിരുന്നു എന്ന് വരും. അതുകൊണ്ട് ഇപ്പം ഹോർമുസ് കടലുടുക്ക് അടയ്ക്കാൻ പോകുന്നു എന്ന്, അല്ലെങ്കിൽ അതായത് പാർലമെന്റ് തീരുമാനം എടുത്തു കൊടുക്കുന്നു. അത് ലോകത്തിനൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം അവർ ആക്രമിക്കാൻ സാധ്യതയുള്ളത്, നാവികസേനയെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അത് ഇറാന്റെ നാവികസേന ഇസ്രായേലിന്റെ നാവികസേനയെക്കാട്ടി ബലമുള്ളതാണ്. അതിനകത്ത് ഈ പറയുന്ന യു എസിന്റെ ഏതാണ്ട് 40,000 പട്ടാളം, 2 വലിയ കപ്പലുകൾ, പടക്കപ്പലുകൾ, ഏതാണ്ട് 60ഓളം വിമാനങ്ങൾ പേർന്ന പടക്കപ്പലൊക്കെ അവിടെ കിടക്കുന്നത്. അപ്പൊ ഇതിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. അപ്പൊ ഏതർത്ഥത്തിലൊക്കെ അത് എങ്ങനെ അതിന്റെ റിസൾട്ട് ഉണ്ടാവണമെന്ന് അറിയുന്നില്ല. പക്ഷെ അവരുടെ നീക്കം എങ്ങനെയാണ് ആണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അതായത് ഇവരുടെ നാവികസേന, വ്യോമസേനയ്ക്കും അല്പം കുഴപ്പമുണ്ടെങ്കിലും നാവികസേന ഒരുപക്ഷെ ഇസ്രായേലിനെ കോട്ടിലും മറികടക്കുന്ന രീതിയിലേക്കാണ് ഹോർമുസ് കടലിടുക്കിനകത്ത് പ്രതിസന്ധി ഉണ്ടാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പൊ മിഡിൽ ഈസ്റ്റിലുള്ള നാവികസേന, അതിനകത്ത് നമ്മൾ നിമിക്സ് എന്ന് പറയുന്ന ഒരു കപ്പൽ, യുദ്ധക്കപ്പൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അവരുടെ വേറെ ഒരു കാൽവിൻസും എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ, വലിയ യുദ്ധക്കപ്പൽ അതാണ് നീ കിടക്കുകയാണ്, കാരണം ഏത് സമയം ഇടപെടുന്നതിന് വേണ്ടി. അപ്പൊ അതിനെയൊക്കെ ആക്രമിക്കാനും അത്തരത്തിൽ കാര്യങ്ങൾ നീക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ സമയം തന്നെയാണ് ഇറാൻ പല രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ. കാരണം ഇതിനകത്ത് യുദ്ധത്തിനകത്ത് ഒരു തീർപ്പുണ്ടാക്കുന്നതിനും ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾക്ക് വിശ്വാസമുള്ള, അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന രാജ്യമാണ്. വേറൊരു കാര്യം പറഞ്ഞിട്ട് മറ്റേ പണി ചെയ്യത്തില്ല. ട്രംപിനെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? വൈകിട്ടൊരു കാര്യം പറയും, രാവിലെ വേറൊരുത്തിന്റെ കൂടെ നിൽക്കും. ഇല്ല, മുനീറിന് കൊണ്ടുവന്ന് ജാപ്പാട് കൊടുത്തോണ്ട് കൂട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ ലോകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യം, ഇപ്പൊ ലോകത്തുടനീളം എല്ലാ രാജ്യത്തിനും ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിന്റെ കൂടെ നിൽക്കുന്നതും ആയിട്ടുള്ള രാജ്യം ഇന്ത്യയേ ഉള്ളൂ. നെറുകെട്ട പണി കാണിക്കത്തില്ല. അത്രന്റെയും മിത്രത്തിന്റെയും തോളെ കൈയിട്ട് ഇടയ്ക്കൂടെ ആയുധം വെക്കുന്ന പണി ഉണ്ടാവത്തില്ല. അത് ഒരു പണിയും അങ്ങനെ ചെയ്യത്തില്ലെന്നുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടും നമ്മുടെ രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു കൃത്യമായ ഇടപെടിയിൽ ആർക്കും വേണ്ടി നടത്താതെ ആരുടെയും ഭാഗമല്ലാതെ നിൽക്കുന്നത്. കാരണം ഇപ്പൊ ഇസ്രായേലിന്റെ ഭാഗം അല്ലാതെ പറയാൻ പറ്റുമോ? ഇറാന്റെ ഭാഗം അല്ല പറയാം. രണ്ടുപേർക്കും ഓരോരുത്തരുടെയും ന്യായമുണ്ട്. ഇസ്രായേൽ ഇപ്പം പാകിസ്ഥാൻ നമ്മളിലേക്ക് കടന്നു കയറിയപ്പോൾ നമ്മൾ തിരിച്ചടിച്ചതുപോലെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ തിരിച്ചടിക്കുന്നു. അവരുടെ കടന്നു കയറുന്ന പ്രോക്സികളെ മൊത്തം പ്രൊമോട്ട് ചെയ്യുന്നത് ഇറാനാന്ന് പറഞ്ഞു. ഇവിടെ ഭീകരവാദികൾ കയറുന്നതിന്റെ പുറകെ പാകിസ്ഥാനാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇസ്രായേലിന്റെ ഭാഗമല്ലാതിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്നതിനകത്ത് ന്യായമില്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾക്ക് പാരമ്പരാഗതമായിട്ട്, പാരമ്പര്യമായിട്ട് ഒരു ദിവസത്തെ ഈ രാജ്യം ഉണ്ടാവുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ സുഹൃത്താ ഇന്ത്യ. ഭാരതം അന്ന് ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പേർഷ്യൻ രാജ്യം, ഈ ഖമേനിയൊക്കെ വരുന്നതിന് കലാലങ്ങൾക്ക് മുമ്പ് പരിശോധിക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത്. അപ്പൊ ആ രീതി രണ്ട് രാജ്യം, അതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലായിട്ടുള്ള രാജ്യം, നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ മേടിക്കുന്ന രാജ്യം. അപ്പൊ നേരത്തെ ഈ പറയുന്നത് പോലെ കാശ്മീർ വിഷയത്തിനകത്തൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊരു താൽക്കാലമായിട്ടൊരു സംസാരം, ഒരു ടോക്ക് വന്നു, അതിന് മറുപടി കൊടുത്ത് പോയെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മളുമായിട്ട് സംസാരിച്ചു, അത് ഏത് രീതിയിൽ ഇടപെടും എന്നുള്ള രീതിയെ പറ്റി വ്യക്തമാക്കിയിട്ട് 1.5 മണിക്കൂർ ഒരു പ്രധാനമന്ത്രി, അവിടുത്തെ പ്രസിഡന്റ്, ഇറാന്റെ പ്രസിഡന്റ് നമ്മളുമായിട്ട് സംസാരിച്ചു, പ്രധാനമന്ത്രിയുമായിട്ട്. അതിനുശേഷം ഇന്നലെ ഈ യുദ്ധത്തിനകത്ത് ഒരുപക്ഷെ അമേരിക്ക ഇടപെട്ടതിന് ശേഷം ഇറാന് വേണ്ടി ചൈനയും റഷ്യയും പാകിസ്ഥാനും ഒക്കെ UN സംസാരിച്ചു. അല്ലാതെ ഇന്നിപ്പം ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് നേരിട്ട് കാണുന്നുണ്ട് പുടിൻ. അപ്പം അതിനകത്ത് പുടിൻ ആണവായുധം കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിലേക്ക്, ആണവായുധം കൊടുത്താൽ ഇറാൻ തൊടുക്കണ്ടേ? ഇപ്പൊ തന്നെ ആണവായുധത്തിന്റെ വിഷയം വെച്ചിട്ട് അതിനകത്ത് ഇടപെടുന്നത് കൊണ്ടാണ് ഏറ്റവും വലിയ സഖ്യരാജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ആകപ്പാടെ റഷ്യക്കുള്ള രാജ്യമായിട്ട് ഇറാൻ ആണൊക്കെ പോലും അവർ അനങ്ങാത്തത്. കാരണം ഈ ആണവായുധം ഡെവലപ്പ് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രോക്സികളെയും അല്ലെങ്കിൽ ഭീകരവാദത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ കയ്യിൽ ഇരിക്കുന്നതിനകത്ത് റഷ്യക്കും താല്പര്യക്കുറവുണ്ട്. മാത്രമല്ല റഷ്യ നമ്മൾ ഈ പറയുന്ന പോലെ ഇറാന്റെ ഏറ്റവും വലിയ പാർട്ണർ. പക്ഷെ ഇസ്രായേലുമായിട്ടും ജൂതനുമായിട്ടൊക്കെ റഷ്യക്കും ഭയങ്കര ബന്ധമാണ്. അവരുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ പുടിൻ പറഞ്ഞു, ഞങ്ങളുടെ കണ്ടമാനം 2.5 ലക്ഷം 3 ലക്ഷം പേരോളം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ അതിന്റെ ഇസ്രായേലിന്റെ ഭാഗമാണ്.
അതുപോലെ കഴിഞ്ഞ ദിവസം അവരുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആണവ റിയാക്ടറിന്റെ കാര്യം പറയുമ്പോൾ അവർ പറഞ്ഞു അതിനകത്ത് നിങ്ങൾ പ്രവർത്തിച്ചു, അത് ജനക്ഷേമപരമായിട്ടുള്ള കാര്യത്തിനാണ് ഞങ്ങൾക്കറിയാം. മാത്രമല്ല പുടിൻ റഷ്യ നമ്മുടെ ഇസ്രായേൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞു അവിടെ ഞങ്ങൾ ആക്രമിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഓർദാൻസിനകത്ത് ആക്രമണത്തിനകത്ത് അതിനകത്ത് ജോലി ചെയ്യുന്ന പട്ടാളക്കാരുണ്ട് അല്ലെങ്കിൽ റഷ്യക്കാരുണ്ടെന്ന് പറഞ്ഞു. അവർ 200 പേർക്കുണ്ട്. അവർക്ക് കാഷ്വാലിറ്റി സംഭവിക്കത്തില്ല. അവരെ മാറ്റി നിർത്തി ഇട്ട് ബോംബിട്ടു. ഇന്നലെ ഇറാൻ തന്നെ പറഞ്ഞു ഞങ്ങളുടെ ആൾക്കും അവിടെ കാഷ്വാലിറ്റി സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇതേ രീതിയിൽ ആ രാജ്യം തമ്മിൽ ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉക്രൈന്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഞങ്ങൾ 20 ശവശരീരം കൊടുത്തതിനകത്ത് 2 ഇസ്രായേലുകാരുടെ ആയിരുന്നു, പട്ടാളക്കാരുടെ. യുദ്ധത്തിനകത്ത് റഷ്യൻ പട്ടാളക്കാരിൽ യുദ്ധം ചെയ്ത് അവരുമായിട്ട് യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്ത് റഷ്യൻ പട്ടാളം മരിച്ചതിനകത്ത് 20 പേർക്ക് അത് 2 പേര് ഇസ്രായേൽ. അപ്പൊ റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോലും ഇസ്രായേലുകാരുണ്ട്, ഇസ്രായേൽ പട്ടാളമുണ്ട്. ഈ രീതിയിലൊക്കെ ബന്ധമുണ്ട്. അതുപോലെ ഈ പുടിൻ എന്ന് പറയുന്നവരും ജൂതന അച്ഛനും അമ്മേനകത്ത് അതുപോലെ 4 5 ജൂതവംശത്തിൽപ്പെട്ട ഒരു റഷ്യയുടെ മിനിസ്ട്രിക്കകത്തുണ്ട്. അവർക്ക് അവിടെ ഭയങ്കര റഷ്യൻ കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര സ്വാധീനമുണ്ട്. അപ്പൊ ഇതൊക്കെ ബാധിക്കും. മനസ്സിലായല്ലോ, ലോകത്തുടനീളം ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് വളരെ കുറവാണെങ്കിലും അവർ നിയന്ത്രിക്കുന്ന എക്കണോമി അല്ലെങ്കിൽ ആഭ്യന്തര അല്ലെങ്കിൽ സുരക്ഷയും അല്ലെങ്കിൽ മറ്റു പല മേഖലയിലും ഒക്കെ ഇവരുടെ നിയന്ത്രണം ഒക്കെ ഉണ്ട്. അപ്പൊ പല രാജ്യത്തിനകത്തും ഈ ഇസ്രായേലുമായിട്ട് മസിൽ പിടിക്കാൻ പറ്റാത്തവരും ഇസ്രായേൽ ഒരു കാര്യത്തിനകത്ത് ഇടപെടുമ്പോഴും അതിനകത്ത് മറിച്ചിടപെടാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ താല്പര്യമില്ലാതെ നിൽക്കുന്നതിന്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വരും ഇസ്രായേൽ. ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കും. ഇസ്രായേലിന് ആ രാജ്യത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും ഇസ്രായേൽ തിരിഞ്ഞിരിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇസ്രായേൽ അവരാരോടും ഒരു ഗുസ്തിക്കും അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനും പോകത്തില്ല. അവരെ ഉപദ്രവിച്ചാൽ എവിടെ കൊണ്ടുവച്ചാലും അവർ തീർക്കും. അതെല്ലാവർക്കും അറിയാം. കാരണം അതിനുള്ള കരുത്ത് അവർക്കുണ്ട്, എല്ലാ രീതിയിലും ഉണ്ട്, ലോകത്തുടനീളം ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു മാപ്പി നോക്കുമ്പോൾ ഒരു പൊട്ടിന്റെ അത്രയേ ഉള്ളൂ. അവിടെ ഒരു 60,000 പേരോളം ജൂതന്മാരെ ഉള്ളൂ എന്നുള്ള കണക്കൂട്ടലിലാണ്. പക്ഷേ ലോകത്തിനകത്ത് എല്ലാ രാജ്യങ്ങളും ഇന്ന് ലോകക്രമത്തെ നിയന്ത്രിക്കുന്നതിനകത്ത് എക്കണോമിക്കൽ ഗ്രോത്തിനകത്തായാലും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ എല്ലാ വിഷയത്തിനകത്തും ഇടപെടാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ലോകക്രമം നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ജൂതന്മാരുടെ കയ്യിലുള്ള സംവിധാനമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന നാവികസേനയെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ഈ US-ന്റെ താവളങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. US-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സൗദി അറേബ്യ ഉൾപ്പെടെ ഖത്തർ ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളുടെയും എണ്ണപ്പാടങ്ങൾ കത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള, അപ്പൊ അത് ഒരു 2 ഘട്ട യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ പോകുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ടോക്കിന് ശേഷം നമ്മൾ ആലോചിക്കുന്നത് പോലെ ഒരുപക്ഷെ ആണവായുധം കൊടുക്കാനും ഇവരാഗ്രഹിക്കുന്നത് പോലെ US-ന്റെ നാവികസേനയെ ആക്രമിക്കാനും ഒക്കെയുള്ള സാധ്യതയുള്ളൂ. പരുവം കിട്ടിയാൽ ആക്രമിക്കാനുള്ള ഒരു പഴുത് ഇറാൻ നോക്കിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പക്ഷെ ആക്രമിക്കും എന്നുള്ളത് കൊണ്ട് ആ പഴുതുകൾ അടച്ചു നിൽക്കുന്ന ഈ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ കാടടച്ച് വെടിവെക്കുന്ന അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ പറയുന്ന എണ്ണപ്പാടങ്ങളും കത്തിച്ച് ഹോർമുസ് കടലിടുക്കിനകത്തുള്ള നാവികസേനയെ ആക്രമിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യത്തൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇറാൻ പോകാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ പോകാതിരിക്കുന്നതിന് വേണ്ടി, അതിന് തടയിടുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണം ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ കരുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ലോകം അത്തരത്തിലേക്ക് നീങ്ങുന്നതിനെ തടയുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കാം. ഏതായാലും വരുന്ന 48 മണിക്കൂറിനകമുള്ള തിരിച്ചടി ഈ പറഞ്ഞ ഇറാൻ എങ്ങനെ കൊടുക്കും എന്നുള്ളതിനെ പറ്റി ആശങ്കയിലാണ് ലോകം എന്ന് വേണം കരുതാൻ. യെസ്, എന്തായാലും അത്തരത്തിലൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം റഷ്യ ഇറാനൊപ്പം ചേർന്ന് ആണവായുധം നൽകുമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണം നടത്തുമോ എന്ന ആശങ്കയുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി സൃഷ്ടിക്കുമോ എന്നതും ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രയേലും അമേരിക്കയും വീണ്ടും കനത്ത തിരിച്ചടി നൽകും എന്ന കാര്യം ഇറാൻ വിസ്മരിക്കരുത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.